ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമളാനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാ ദിവസവും എണ്ണക്കടികളൊക്കെയാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒട്ടും എണ്ണയില്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നോമ്പിന് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ആവശ്യമുള്ളത് പഴമാണ്. കുറച്ച് പഴുത്ത് പോയ കറുത്ത പഴമാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ളത്. അതിനുശേഷം ഒരു 300 ഗ്രാമോളമുള്ള സേമ്യത്തിൻ്റെ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് വറുക്കാത്തതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് അത് വറുത്ത് കിട്ടും. ഇനി വറുത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഗ്യാസിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴം ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ കറുത്ത പഴമാണെങ്കിൽ ഒരുപാട് പഴുത്ത് പോയതാണെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. വാടിയിട്ട് അതൊന്ന് കുഴഞ്ഞ് വരണം കേട്ടോ. ഇതുപോലെയുള്ള കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് വാടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പാനിൽ നിന്നൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ വേറൊരു പ്ലേറ്റിലോട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ സെയിം പാനിലോട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 സെക്കൻഡ് നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ നോർമൽ സേമിയാണ്, വറുക്കാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വറുത്തത് വാങ്ങുകയാണെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 2 കപ്പ് 250 ml 2 കപ്പ് നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് പാകമായിട്ട് വരണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സേമിയ നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് സേമിയ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 2-3 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 4 അച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ ഒരു ശർക്കരയും കൂടെ ഇതിലോട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ മധുരമൊക്കെ ഒന്ന് ഇതിൽ ചേർത്ത് വരാൻ വേണ്ടിയിട്ട് സേമ്യത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്തിട്ടുള്ള ഈ പഴം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പഴം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഇതിലുള്ള വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് പറ്റിച്ച് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് പോരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ പരുവത്തിലായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അതിൽ നിന്ന് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു പരുവം, അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ആവണം. ആ സമയമാകുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, കേക്ക് ട്രേ ആണ്. അതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരു കേക്കിൻ്റെ ഷേപ്പിലൊന്ന് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഈ മോൾഡിൽ നിന്ന് മാറ്റാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ മോൾഡിൽ നിന്ന് മാറ്റാൻ എളുപ്പമാണ്. ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ട് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിന് നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് ആ ഫിനിഷിങ്ങിൽ മോൾഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ സൈസിൽ വേണമെങ്കിലോ നീളത്തിലോ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ അത് ഏത് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഷേപ്പിൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. മാത്രമല്ല നല്ല സോഫ്റ്റാണ്. അതുമല്ല നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പഴമൊക്കെ വാങ്ങിച്ച് കറുത്ത് പോയാൽ വലിച്ചെറിയാനുള്ള അവസ്ഥയൊന്നും വരാതെ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാതെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാതെ അപ്പം തന്നെ കഴിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും ഇത് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോമ്പിന് ഒരു ദിവസം എണ്ണക്കടികളൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.